മഹാരാഷ്ട്ര സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് അമ്യൂണിഷൻ ഫെസിലിറ്റി സന്ദർശിച്ചു. ആളില്ലാ യുദ്ധവിമാനങ്ങളുടെ പരീക്ഷണത്തിനായി നിർമ്മിച്ച പ്രത്യേക എയർ സ്ട്രിപ്പ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, രാഷ്ട്രത്തിന്റെ ഡിഫൻസ് മേഖലയെ, പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ചുവടുവയ്പ് തന്നെയാണോ? സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് അമ്യൂണിഷൻ ഫെസിലിറ്റി സന്ദർശിച്ച പ്രധാനമന്ത്രി ആളില്ലാ യുദ്ധവിമാനങ്ങളുടെ പരീക്ഷണത്തിനായി നിർമ്മിച്ച പ്രത്യേക എയർ സ്ട്രിപ്പാണല്ലോ ഉദ്ഘാടനം ചെയ്തത്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, ഏറെ സുപ്രധാനമായ ഒരു പ്രതിരോധ രംഗത്തെ ഗവേഷണത്തിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കുകയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിലൂടെ നടന്നത്. നമുക്കറിയാവുന്നതാണ്, ഒരു സ്വകാര്യ സംരംഭമായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡിന്റെ നാഗ്പൂരിലെ ഈ പരീക്ഷണ സംവിധാനം, അതായത് 1250 മീറ്ററോളം നീളമുള്ള ഒരു റൺവേയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർവഹിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ വിവിധങ്ങളായ ആധുനിക ഉപകരണങ്ങൾ, അതായത് ഡ്രോൺ വാർഫെയർ എന്ന് തന്നെ യുദ്ധതന്ത്രങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധതന്ത്രങ്ങളുടെ ഒരു സംവിധാനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത, അതിന്റെ പരീക്ഷണ സംവിധാനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലെവലിൽ പ്രവർത്തിക്കുന്ന, അതായത് ഏതാണ്ട് ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിലെല്ലാം തന്നെ പറക്കുന്ന ഡ്രോണുകളും അതുപോലെ തന്നെ അനുബന്ധമായ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടക്കുന്ന ഒരു യുദ്ധമുറയുടെ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് ഒരിടത്തു നിന്നും ഒരു ഡ്രോൺ ഉയർന്നു പൊങ്ങി കൃത്യമായ ലക്ഷ്യത്തിലെത്തി യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന ആ സംവിധാനങ്ങൾ ഒരുങ്ങുന്നതിനുള്ള ഒരു ഗവേഷണത്തിന്റെ ഭാഗമായാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ എല്ലാം തന്നെ ഈ കാലത്ത്, ആധുനിക കാലത്ത് യുദ്ധ സംവിധാനങ്ങളിലും അത്തരത്തിലുള്ള ആധുനികവൽക്കരണങ്ങൾ വളരെ കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ യുദ്ധ സംവിധാനങ്ങളിൽ, എയർ ഡിഫൻസ് സംവിധാനങ്ങളിൽ ഏറെ സുപ്രധാനമാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള, ആളില്ലാ വിമാനം ഉപയോഗിച്ചുള്ള യുദ്ധമുറകളെല്ലാം തന്നെ. നമുക്ക് ആ യുദ്ധമുറകളിൽ പല പ്രയോജനങ്ങളുണ്ട്. മനുഷ്യജീവൻ നഷ്ടമാകുന്നില്ല. അതുപോലെ തന്നെ കുറെ കൂടി കൃത്യതയാർന്ന യുദ്ധം സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് സാധ്യമാവുകയും ചെയ്യും. ചില സൂചനകളെല്ലാം തന്നെ, അതായത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഒരു ജനക്കൂട്ടത്തെ കാണുകയാണെങ്കിൽ ആ ജനക്കൂട്ടത്തിനെ ആക്രമണത്തിൽ വലിയ ആഘാതമേൽക്കാതെ മറ്റേതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ പവർ സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർണായകമായ കേന്ദ്രങ്ങളിലോ ആക്രമണം നടത്തുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള നിരീക്ഷണം വരെ സാധ്യമാകുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് പലതവണ ആ പ്രദേശത്ത് ചുറ്റിക്കറങ്ങി, ലൈറ്ററിംഗ് എന്ന് പറയുന്ന ആ സാങ്കേതികമായി കറങ്ങി തിരിഞ്ഞ് കൃത്യമായി എത്തി ഈ ആക്രമണം നടത്തുന്ന ഒരു സംവിധാനമാണ് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുക. അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്ന ഡ്രോൺ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ, അതായത് സോളാർ ഡിഫൻസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സോളാർ ഡിഫൻസ് ആൻഡ് അമ്യൂണിഷൻ അല്ലെങ്കിൽ ഡിഫൻസ് ആൻഡ് എക്യുപ്മെന്റ് സംവിധാനങ്ങളിലൂടെ ഇപ്പോൾ പ്രായോഗികമായി നടക്കുന്ന ആ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായുള്ള എയർഷിപ്പിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനത്തിന്റെ, സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിവിധ സംവിധാനങ്ങൾ കാണുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചില എയ്റോസ്പേസ് സംവിധാനങ്ങളെല്ലാം തന്നെ, അതായത് ഈ ഡ്രോണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോണുകളിൽ നിന്നും കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി യുദ്ധസജ്ജമാക്കുന്നതിനുള്ള ക്യാമറകളുടെ എല്ലാം തന്നെ സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ചുള്ള പല പ്രദർശനങ്ങളും അദ്ദേഹം കാണുകയാണ്. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന് വിവരങ്ങളായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പരിചയപ്പെടുത്തലാണ്, പ്രധാനമന്ത്രിയെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രോഹിണി, ശരി. ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.